ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ തൊഴുത് മടങ്ങുന്നതായിട്ടാണ് വീഡിയോ നിർത്തിയത്. ഇന്നതാ നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതാ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. നമ്മുടെ യാത്രയിലുടനീളം നമ്മുടെ ഒപ്പം ഈ മഴ കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ മഴയ്ക്ക് ഒരു ലേശം കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഴ കാരണമാണ് നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെയും എല്ലാവരെയും അങ്ങോട്ട് കാണിക്കാനും ഒന്നും പറ്റാഞ്ഞത് കേട്ടോ. കാരണം മൊബൈലൊന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല, അത്രയ്ക്കും കാറ്റും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ പറശ്ശിനിക്കടവ് എത്തിയപ്പോൾ ആ മഴയൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടിയിലുള്ള എല്ലാവരും ഇങ്ങനെ താഴോട്ട് ഇറങ്ങി നമ്മളിതാ പറശ്ശിനിക്കടവിലേക്ക് എത്താനായിട്ടോ. വൈകിട്ട് നമ്മളൊരു 6 മണിക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ എത്തിയത്. അപ്പോൾ തന്നെ സന്ധ്യാസമയമായിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ മുൻപ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിലും രാവിലെയാണ് വന്നിരുന്നത് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ വൈകിട്ട് വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കടന്ന് ചെല്ലുന്ന ഇടത്താണ് ഒരു ബോട്ട് ജെട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഗവൺമെൻറ് സർവീസിലുള്ള ബോട്ടിങ്ങും മറ്റൊക്കെ ഉണ്ട്. വൈകുന്നേര സമയങ്ങളിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തുന്ന ആ ഒരു സമയത്തൊക്കെ ബോട്ടിങ്ങൊന്നും ഇല്ലാത്തൊരു സമയമാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അവിടേക്കൊന്ന് കറങ്ങായിരുന്നു എന്ന് നമുക്ക് തോന്നി കേട്ടോ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പറശ്ശിനിക്കടവിൽ ദർശനം നടത്താമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് പുഴയുടെ തീരത്ത് കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കുറഞ്ഞ നിരക്കാണ് കേട്ടോ. ഉല്ലാസ ബോട്ടിനൊക്കെ 30 രൂപ എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ. പുഴയിൽ തട്ടിയിട്ടുള്ള നല്ല കാറ്റൊക്കെ നമ്മുടെ മേത്തേക്ക് അങ്ങോട്ട് അടിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. നമ്മുടെ ക്ഷീണമൊക്കെ പമ്പ കിടക്കും കേട്ടോ. ഇതാണ് പറശ്ശിനിക്കടവ് മടപ്പുര എന്നൊക്കെ പറയും ഇതിനെ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് നമ്മൾ വരുന്ന വഴിക്ക് ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ. അങ്ങനെ നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു ദൈവമാണ് കേട്ടോ. സാധാരണ നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ മുത്തപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കല്പമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട്. പക്ഷേ പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്പൂതിരി ദമ്പതികൾക്ക് അവർക്ക് മക്കളില്ലാതിരുന്നു. പക്ഷേ ആ അന്തർജനം വളരെ ശിവഭക്തയായിരുന്നു. അങ്ങനെ ശിവനെ പ്രാർത്ഥിച്ചപ്പോൾ സ്വപ്നത്തിൽ ശിവദർശനം കിട്ടിയെന്നും പിറ്റേ ദിവസം കുളിക്കാനായിട്ട് പുഴയിൽ ഇറങ്ങുന്ന ആ ഒരു സമയത്ത് പൂമെത്തയിൽ കിടത്തിയ രീതിയിൽ ഒരു കുഞ്ഞിനെ അവർ കാണുകയും ആ കുഞ്ഞിനെ എടുത്ത് വളർത്തിയിട്ട് ആ കുഞ്ഞാണ് പറശ്ശിനിക്കടവ് മുത്തപ്പനായിട്ട് മാറിയത് എന്നാണ് സങ്കല്പം. മറ്റൊരു സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ ശിവഭഗവാന്റെ അവതാരമായിട്ടുള്ള ഭൈരവൻ്റെ അവതാരമാണ് മുത്തപ്പൻ എന്നാണ് ഒരു വിശ്വാസം കേട്ടോ. എന്തു തന്നെയായാലും ശൈവ വൈഷ്ണവ പ്രതീകമായിട്ടാണ് ഈ പറശ്ശിനിക്കടവിലെ മുത്തപ്പനെ അറിയപ്പെടുന്നത്. അതായത് വിഷ്ണു രൂപത്തിലും അതുപോലെ ശിവരൂപത്തിലുമായിട്ട് 2 മുത്തപ്പൻ കോലങ്ങളോട് കൂടിയിട്ടാണ് നമുക്കിവിടെ ഈ ദൈവത്തെ കാണാനായിട്ട് പറ്റുക കേട്ടോ. പിന്നെ കൂടുതൽ ആൾക്കാർ അവർക്ക് കുടുംബക്ഷേത്രങ്ങളിലും മറ്റൊക്കെ മുത്തപ്പനുണ്ട് എങ്കിലും ഇങ്ങോട്ട് ആകർഷിക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ സങ്കടങ്ങൾ, ഭക്തന്മാരുടെ സങ്കടങ്ങൾ ദൈവരൂപത്തിൽ നിൽക്കുന്ന ഈ പറശ്ശിനിക്കടവ് മുത്തപ്പനോട് നമുക്ക് തുറന്ന് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവരോട് നേരിട്ട് നമുക്ക് ആ സങ്കടങ്ങൾ പറയുകയും അതിൻ്റെ പരിഹാരങ്ങൾ നേരിട്ട് അവർ നമുക്ക് തരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നിവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹങ്ങൾ, നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറി ആ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് പറ്റും എന്നുള്ള ആ ഒരൊറ്റ വിശ്വാസത്തിൻ്റെ പേരിലാണ് കൂടുതൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. മുത്തപ്പൻ്റെ അംഗരക്ഷകരായിട്ട് നായകളെയാണ് കണക്കാക്കി പോരുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാന കവാടത്തിൻ്റെ 2 വശത്തായിട്ട് പിച്ചള രൂപത്തിലുള്ള നായകളുടെ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഈ ക്ഷേത്രത്തിനകത്തൊക്കെ നായകൾ നടക്കുന്നുണ്ട്. അവർ ആരും ഉപദ്രവിക്കില്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നടക്കുന്നത് കേട്ടോ. ഇവിടുത്തെ നൈവേദ്യങ്ങളായിട്ട് നമുക്ക് തരുന്നത് പുഴുങ്ങിയ പയർ, പിന്നെ തേങ്ങാപ്പൂള് അങ്ങനെയുള്ളതാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അതൊക്കെ കിട്ടി. അതോടൊപ്പം തന്നെ ചായയും നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം ദീപാരാധന സമയമാണ്. ഇനി നടക്കാൻ പോകുന്നത് മുത്തപ്പൻ്റെ തുള്ളലും അതുപോലെ തന്നെ ആ പറച്ചിലും ഒക്കെയാണ്. പക്ഷേ ഈ ഒരു സമയത്താണ് ഇവിടെ മൊബൈൽ അനുവദനീയമല്ല എന്നുള്ള ഒരു ബോർഡ് ഞാൻ കണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ മൊബൈൽ എടുത്തു വെച്ചു കേട്ടോ. പക്ഷേ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് അതിനുള്ളിലുള്ള മുത്തപ്പൻ കോലത്തെയും അതുപോലെ തന്നെ അവരുടെ ആ തുള്ളലും ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് പറ്റി കേട്ടോ. അങ്ങനെ മനസ്സ് നിറഞ്ഞാണ് നമ്മൾ അവിടെ നിന്ന് നൈവേദ്യമൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ദൂരം സഞ്ചരിച്ച് ഏകദേശം ഒരു 10 മണിയായപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. അങ്ങനെ ഞങ്ങൾ
അൽഫാമൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് പിന്നെ യാത്ര തുടരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോരുന്നതിൻ്റെ ഭാഗമായിട്ട് 3 ദിവസമായിട്ട് നൊയമ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് മടങ്ങുന്ന വേളയിലാണ് നമ്മൾ ഈ നൊയമ്പൊക്കെ മുറിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ഈ തീർത്ഥാടനത്തിൽ ഒരു വില്ലൻ എന്ന് പറയാനായിട്ട് ഈ മഴയും കാറ്റുമായിരുന്നു കേട്ടോ. ബാക്കി എല്ലാം കൊണ്ടും നമുക്ക് വളരെ സുഖമായിരുന്നു. നമുക്കങ്ങനെ പർച്ചേസിങ്ങിനൊന്നും നമുക്ക് ടൈം കിട്ടിയില്ല കേട്ടോ. സമയം കിട്ടാനിട്ടല്ല, ഈ തോരാമഴ കാരണം സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ കയ്യിൽ പിടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ നടക്കണ്ടേന്ന് ആലോചിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കേട്ടോ. എങ്കിലും നമ്മൾ ഓടപ്പൂവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ദൈവങ്ങൾക്ക് മുമ്പിൽ പഴയത് മാറ്റിയും കഴിഞ്ഞ് പുതിയ ഓടപ്പൂവ് നമ്മളിവിടെ കെട്ടിയിടാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്നും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നമുക്കിങ്ങനെ തീർത്ഥാടനത്തിനൊക്കെ പോകാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് നമ്മളുണ്ടല്ലോ കൊട്ടിയൂരിൽ നിന്ന് വാങ്ങിയതാണ് നെയ്പായസം. അപ്പോൾ ഈ ബോട്ടിൽമേ ഈ കൊട്ടിയൂരത്തെ പ്രധാന സ്ഥലങ്ങളുടെയൊക്കെ ഫോട്ടോകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഓർമ്മയാണല്ലോ. അപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ അവിടുത്തെ നൈവേദ്യങ്ങളായിട്ടുള്ള നെയ്പായസവും അതുപോലെ തന്നെ അപ്പമാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ആ തിരക്കിൻ്റെ ഇടയിലായാലും കൊട്ടിയൂരിലെ ഐതിഹ്യ കഥകൾ എന്നുള്ള ഒരു ബുക്കും മേടിക്കാൻ മറന്നില്ല. കാരണം പലരും പലതരത്തിലാണ് പറയുന്നത് കേൾക്കാറ്. അപ്പോൾ നമുക്ക് ബുക്കാവുമ്പോൾ നമുക്കൊരു പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ പതിയും. അപ്പോൾ നമുക്ക് ആ കൊട്ടിയൂരത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ബുക്ക് വാങ്ങിയതാണ് കേട്ടോ. ഇത് മഴ കൊണ്ട് ഒട്ടിപ്പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ വീട്ടിലെത്തിയും കഴിഞ്ഞ് അതൊന്ന് ഉണക്കിയതിന് ശേഷമാണ് പേജൊക്കെ ഒന്ന് തുറക്കാനായിട്ട് പറ്റിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയതെങ്കിലും ആ ലിസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആകെ ഈ ബുക്കും പ്രസാദങ്ങളും മാത്രമാണ് വാങ്ങാനായിട്ട് പറ്റിയത്. നല്ലൊരു തീർത്ഥാടനമായിരുന്നു കേട്ടോ നമ്മൾ പോയത്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ നാട്ടിൽ നിന്ന് നമ്മുടെ പതിയാരി ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഒരു വണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ പോകുന്നത്. ഇതിന് മുൻപ് ഇവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇവരൊക്കെ പോയിരുന്നെങ്കിലും 3 ദിവസം 4 ദിവസമൊക്കെയാണ് ആ ട്രിപ്പ് ആയിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പോകാനായിട്ട് പറ്റിയിരുന്നില്ല കേട്ടോ. ഇതാകുമ്പോൾ ഒരു രാത്രി പോകുന്നു, ആ പകൽ മുഴുവൻ നമ്മളിങ്ങനെ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നു, വീണ്ടും തിരിച്ച് ആ രാത്രി തിരിച്ചു പോരുന്നു, വെളുപ്പിനാകുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തുന്നു. അത്രയും സൗകര്യം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, എത്രയും പെട്ടെന്ന് പോയി വരാനായിട്ട് പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ ഈ യാത്രയ്ക്ക് ഒരുങ്ങിയത് കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയും ഇങ്ങനെയൊക്കെ പോകണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ മനസ്സിൽ തോന്നി. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മൗഗ്ലിക്കൂട്ടനാണെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു. കാറിൻ്റെ മുകളിൽ അവൻ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോഴേക്ക് ഓടി വന്നു. പിന്നെ നമ്മൾ എത്ര തന്നെ കാറ്റ് ഫുഡ് ഇട്ട് കൊടുത്തിട്ടും അവനത് ഫുള്ളും കഴിക്കുക, വീണ്ടും കരയുക, അത്രയ്ക്ക് ആക്രാന്തൊക്കെയാണ് അവൻ കാണിച്ചു കൂട്ടിയത് കേട്ടോ. പിന്നെ നമ്മുടെ കോഴിമക്കളെയൊക്കെ നമ്മൾ അയൽവക്കക്കാരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡിനും കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. മൗഗ്ലിക്കൂട്ടനെ നമ്മളെ കാണാതിരുന്ന ആ ഒരു സങ്കടം കണ്ടാണ് ഇത്രയ്ക്ക്, അങ്ങനെ കുറേ സമയം അവനെ ഞാൻ എടുത്തുകൊണ്ടൊക്കെ നടന്നിട്ടാണ് അവൻ്റെ കരച്ചിലൊക്കെ മാറിയത് കേട്ടോ. പിന്നെ നമ്മുടെ പ്ലാവിൽ നിന്ന് കുറേ ചക്കകളൊക്കെ പറിച്ച് നമ്മൾ എല്ലാവർക്കും വിതരണം ചെയ്തു. കാരണം കാറ്റും മഴയത്തൊന്നും ഇനി അത് വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് വലിയ ചക്കകളൊക്കെ നമ്മളിങ്ങോട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നാളെ കാണാം.